എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതുമായ ആരോഗ്യദായകവും സുഖദായകവുമായ ഒരു സിമ്പിൾ കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പല രീതിയിൽ ഇതുണ്ടാക്കാമെങ്കിലും ഏറ്റവും എളുപ്പമുള്ളതും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം അരക്കപ്പ് പച്ചരിയോ അല്ലെങ്കിൽ ബാസ്മതി അരിയോ എടുക്കുക. കൂടെ അരക്കപ്പ് ചെറുപയർ പരിപ്പും. രണ്ടും നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചു വെക്കുക. ആ സമയം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞു വെക്കാം. എന്നിട്ട് ഒരു കുക്കർ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് അര സ്പൂൺ ജീരകമിട്ട് മൂപ്പിക്കുക, ക്യുമിൻ സീഡ്സ്. കൂടെ അരിഞ്ഞതോ ചതച്ചതോ ആയ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർക്കുക. ചെറിയ ഒരു സബോള അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റുക. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായ ഒരു പച്ചമുളക് അരിഞ്ഞതിടുക. അതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഈ സമയം മറ്റ് പച്ചക്കറികൾ ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാലയും ആഡ് ചെയ്യാം. അതുപോലെ താല്പര്യമുള്ളവർക്ക് ഈ സമയം മുളക് പൊടിയും ആഡ് ചെയ്യാം. അത് ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ഇട്ട് ഇളക്കുക. തക്കാളി കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ അരി ചെറുപയർ പരിപ്പ് മിക്സ് ഇട്ട് ഇളക്കണം. അങ്ങനെ ഇളക്കുമ്പോൾ അത് നല്ലതാണ്, നല്ല ടേസ്റ്റ് കിട്ടും. ആ അരി ചെറുപയർ മിക്സും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് 4 കപ്പ് തിളച്ച വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞേക്കുന്നത്. ടൈറ്റായിട്ട് വേണ്ടവർക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറയ്ക്കാം. അങ്ങനെ തിളച്ച വെള്ളവും ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിനകത്ത് ചേർക്കണം. ഉപ്പും കൂടി ഇട്ട് ഇത് വേകാനായിട്ട് വെക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒത്തിരി നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെന്തതിന് ശേഷം ഇത് തുറന്ന് നോക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നെയ്യ് ഡയറക്റ്റ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കുകയോ ചെയ്യാം. നെയ്യും കൂടി ആഡ് ചെയ്തതിന് ശേഷം മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് ഇളക്കുക. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ പരിപ്പ് കഞ്ഞി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇത് കുറച്ച് ടേസ്റ്റ് കൂടെ ഒക്കെ വരാൻ വേണ്ടി ഇതിനകത്ത് ഞാൻ റോസ്റ്റ് ചെയ്ത നിലക്കടല ആഡ് ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന ഈ കഞ്ഞി കറികളുടെ ആവശ്യമേ വരുന്നില്ല. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.